ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ കുറെ നാളായില്ലേ നമ്മൾ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്തിട്ട്. സത്യം പറയുവാണെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗുമായിട്ട് വരണമെന്ന് ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ. ഈ അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ആവുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഞാൻ എത്തിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ ഞാൻ ഇന്ന് വേണമെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയാം. അപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അണ്ണന്മാരൊന്നും എന്നെ കൊല്ലരുത്. ഞാൻ എന്റേതായ രീതിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രണവ് പ്രവീൺ എന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമായിരിക്കും. കൊച്ചു മൃദുല, പ്രണവ്, അച്ഛനമ്മ, അതാണ് അവരുടെ ഒരു എന്താ പറയുന്നേ മെയിൻ. അവർ ചെയ്യുന്ന വീഡിയോസിൽ അവരാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഫാമിലിയാണ്. എനിക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്താണെന്ന് അവരുടെ ടോപ്പിക് എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫാമിലി. പ്രവീണിന്റെ ഭാര്യ പ്രസവിച്ചു. അപ്പൊ അത് സംബന്ധിച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ്, മീൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ ഇങ്ങനെ കുറെ ഇഷ്യൂസ്, പിന്നെ ഫാമിലിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളാണ്, കമന്റ്സ് ഒക്കെ വായിക്കുന്ന ആളാണ്. ഞാൻ അതിനെ കുറിച്ച് അത്ര ബോധരായിരുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തിനാ വെറുതെ അതിലൊക്കെ പോയി എന്തിനാ വെറുതെ നമ്മുടെ സമയം കളയുന്നത് എന്നുള്ള രീതിയാണ് എന്റെ. ഞാനും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണല്ലോ അല്ലേ? ഓക്കെ, അതെ. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ കാര്യങ്ങളും എല്ലാം, അതായത് അവരുടെ ഒരു ജീവിതം പുസ്തകമായിട്ട് തുറന്നു വെക്കണമെന്നാണോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാത്തവരുണ്ട്. അപ്പോ നമുക്ക് നേരെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇന്ന് അവര് എന്താ പറയുന്നത്, കുറച്ച് ദിവസങ്ങളിലായിട്ട് അവരുടെ കമന്റ്സിലും അതുപോലെ അവരുടെ വീഡിയോയുടെ എല്ലാ കമന്റ്സിലും ഞാൻ കണ്ടിരുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു, രണ്ടാമത് അവരുടെ ഫാമിലിയെ കാണുന്നില്ല. അപ്പൊ അതിന് അവർ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവർ അതിന് റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. വേറൊന്നുമല്ല, ഈ ഒരു ഹാപ്പിനെസ്, അതായത് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഫീലിംഗ്. എന്ത് ഫീലിംഗ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ഒരു മൊമെന്റിലൂടെ അവർ കടന്നു പോകുന്ന അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ കമന്റ്സിലൂടെ അവർ വേദനിപ്പിക്കുന്നു. പിന്നെ അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരു മനുഷ്യൻ എങ്ങനെ താങ്ങും അല്ലേ? എനിക്ക് സത്യം പറയുവാണെങ്കിൽ എനിക്ക് രണ്ടു പേരും വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നത് പറയുന്നുണ്ട്. സത്യം എനിക്ക് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതിപ്പോ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല, എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? എന്തിനാണ് വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആ ചാനലിൽ അവർ വന്നിരുന്ന ആ റിപ്ലൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരുടെ ഇഷ്യൂസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതൊരു നല്ലൊരു കാര്യമല്ലേ? കാരണം അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഹാപ്പിനെസ് മൊമെന്റ്സ്, അതായത് അവർ സന്തോഷമായിട്ടിരിക്കുന്ന മൊമെന്റ്സ് ആണ് നമ്മളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അവരൊരിക്കലും സങ്കടമായിട്ടുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷെ ബാക്കിലുള്ള വീഡിയോസിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്നത് അവര് സന്തോഷമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് അവരിട്ടിരിക്കുന്നത്. അപ്പൊ അവർ ഇതുവരെ അവരുടെ എന്താ പറയുന്നത് അവരുടെ ഇമോഷണൽസ് ഒന്നും മീൻസ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവർ പറയുന്നതിലും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എനിക്ക് ടച്ച് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ഹാപ്പിനെസ് മൊമെന്റ്സ് ആണ് നമ്മൾ അവിടെ വീഡിയോസിലൂടെ കാണിച്ചത്. ഇനി അതല്ലാതെയുള്ള വീഡിയോസ് കാണണമെന്ന് ആരും വാശി പിടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കിത് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ അവർ ബുദ്ധിമുട്ടിക്കുന്നത്? കമന്റ്സിലൂടെ ആണെങ്കിൽ അവർ വളരെ വ്യക്തമായിട്ടുള്ള റിപ്ലൈ തന്നിരുന്നു. ഞങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് ഞങ്ങൾ തന്നെ ഫ്യൂച്ചറിൽ തീർത്തോളാം, അതിനാരും ഇടപെടാൻ വരണ്ട. അത് വളരെ വളരെ മാന്യമായ രീതിയിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പൊന്ന് ദയവ് ചെയ്ത്, സോറി എന്റെ വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തൊണ്ടവേദനയുണ്ട്, പനിയാണ്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഓക്കെ, ഞാനും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എനിക്കും തോന്നിയിട്ടുള്ളത്, ഞാൻ വളരെ എന്താ പറയുന്നത് ജെന്യൂൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ഹാപ്പി ആയിട്ടുള്ള ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കാവൂ എന്ന് എനിക്ക്
ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഫ്യൂച്ചറിൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, കറന്റ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അവരും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവരവരുടെ വഴിക്ക് വിട്ടേക്കുക. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, ചിലപ്പോൾ അവരുടെ കുറ്റമായിരിക്കാം, ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരുടെ കുറ്റമായിരിക്കാം, ആരുടെ കുറ്റമാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ മാത്രം ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ അതിൽ കയറി കൂടുതൽ ചെയ്യാൻ നിൽക്കാതിരിക്കുക, അവരെ പേഴ്സണലി വിഷമിപ്പിക്കാതിരിക്കുക, കമന്റ്സിലൂടെ വിഷമിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു റിപ്ലൈ ആയിരുന്നല്ലോ വേണ്ടത്, ആ റിപ്ലൈ അവർ മാന്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ മേൽ അവരെ ക്രൂശിക്കാതിരിക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആരും ആഗ്രഹിക്കരുത്. ഓക്കെ, എല്ലാ വ്ളോഗേഴ്സും അങ്ങനെയാണെന്നും അങ്ങനെ ആവണം എന്നും ആരും ആഗ്രഹിക്കരുത്. ചിലപ്പോൾ എല്ലാവരും വെട്ടിത്തുറന്ന് പറയുന്നവരായിരിക്കത്തില്ല, ചിലവർ പറയുമായിരിക്കും, ചിലവർ പറയത്തില്ലായിരിക്കും. അത് രണ്ടും അവരവരുടേതായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആരാണോ വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കേൾക്കാം, പറയാൻ ആഗ്രഹമുള്ളവരത് കേൾക്കാം, ആഗ്രഹമില്ലാത്തവരത് കേൾക്കാൻ നമ്മളെ വെറുതെ അങ്ങോട്ട് കയറി ചെകഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും പറയാൻ തോന്നുവാണെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ അവരുടെ വിട്ടേക്കട്ടെ. എനിക്ക് ടു ബി ഹോണസ്റ്റ് ഞാനൊരു കാര്യം പറയാം, പ്രണവ് എന്ന് തന്നെ ആയിരിക്കും പുള്ളിക്കാരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മൃദുലയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ എന്തിനാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പറയുന്നത്? എനിക്ക് ആ ഒരു കാര്യത്തിൽ അവരെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറൊന്നുമല്ല, ഈ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തെ നമ്മൾ മെന്റലി ഭയങ്കര വീക്കായിരിക്കും. അതിന്റെ കൂടെ അവർക്ക് ഓവർലോഡായിട്ട് കുറെ ഇഷ്യൂസ് വേറെ ഉണ്ട് പുറകെ. അപ്പൊ അതിന്റെ കൂടെ നമ്മളും ഈ കമന്റ്സിലൂടെ അവരെന്തിനാണ് വെറുതെ വേദനിപ്പിക്കുന്നത്? ചിലപ്പോൾ ആരുടെ കുറ്റമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തിനാണ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ദയവ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇട്ട് അവരെ വെറുപ്പിക്കരുത് പ്ലീസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അപേക്ഷയാണ്, ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി, വേറെ ഒന്നും ആയിട്ട് കാണരുത് പ്ലീസ്. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ പൊങ്കാലിടാൻ വരരുതാരും. പിന്നെ പൊങ്കാലിട്ടാൻ വന്നാലും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചിലപ്പോൾ ഞാനും ഒരു ഇമോഷണലുള്ള ഒരു ആളാണല്ലോ. കമന്റ്സ് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിഷമം വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, അവരെ വെറുതെ വിട്ടേക്ക്. അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റിൽ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പൊ അവരുടെ മുമ്പിലൂടെ കടന്നു. അപ്പൊ നിങ്ങൾ അപ്പുറത്തെ സൈഡ് പറയുമായിരിക്കും, അവിടെയും ഒരു അച്ഛനും അമ്മയും അനിയനും ഉണ്ടല്ലോ, അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും അതാണ് ഞാൻ പറയുന്നത്, അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല, നമുക്കത് അറിയാൻ വേണ്ടതേ. അവര് ചിലപ്പോ ഇന്ന് അവരൊരുമിക്കുമായിരിക്കും, നാളെ ഒരുമിക്കുമായിരിക്കും, മറ്റന്നാൾ അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് അവരെടുത്തോട്ടെ, അവർക്ക് എത്ര സമയം വേണമെങ്കിലും അവരെടുത്തോട്ടെ. അപ്പോൾ നമുക്ക് അവരെ പഴയതുപോലെ കാണാം. അല്ല, നമ്മൾ വെറുതെ പ്രശ്നത്തിലേക്ക് അവരെ ഇനിയും നമ്മൾ മെന്റൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടാതിരിക്കുക. അവർ നല്ലൊരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആ ഒരു നിമിഷം അവർ എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അപ്പൊ ഓക്കെ, ബൈ ബൈ. എന്റെ ഈ ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഇടയിൽ ആരും പൊങ്കാലിടാൻ വന്നേക്കരുത്. അപ്പൊ ശരി, ഓക്കെ, ബൈ.